വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മളിന്നൊരു അടിപൊളി ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്, 7 seconds ചാലഞ്ച്. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ പറയാം. നമ്മൾ ഒരു ക്യാച്ചർ മറ്റേയാളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ അയാൾ 7 സെക്കൻഡ്സിനുള്ളിൽ, അല്ലെങ്കിൽ ആ ടാസ്ക് അയാൾ 7 സെക്കൻഡ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫോണിൽ നമ്മൾ ടൈമർ വയ്ക്കും കേട്ടോ. ഈ ഫോണിനകത്താണ് നമ്മൾ ടൈമർ വയ്ക്കുന്നത്. സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്കിപ്പോൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ടൈമർ എവിടെ ഓക്കെ, അത് ഇവളാണ് ഗൈസ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഇതേ ടൈമർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈമർ വെച്ചാലോ. നമ്മൾ 7 ഓൾറെഡി 7 സെക്കൻഡ്സ് ആണ് നമ്മൾ എടുത്തപ്പോൾ തന്നെ കാണിച്ചു. ക്ലിയർ അല്ല അല്ലേ, ഇത് ഒട്ടും ക്ലിയർ അല്ല. ചെറിയായിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ക്ലിയർ അല്ലേ. 7 seconds ചാലഞ്ച് ആണ് ഗൈസ്. ഓക്കെ, അത് ശരി ക്ലിയർ ആവാത്ത എന്നാണ് ഗൈസ്. 7 seconds തന്നെയാണ്. ഓക്കെ, നോക്കിയുണ്ട്. ഓക്കെ, 7 seconds തന്നെയാണ്. സോ ഇവളാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് എൻ്റെ 3 കൂട്ടുകാരികളുടെ പേര് ഇവാന, ഇസ, എവ്ലിൻ. അല്ല, അദ്വിക, എസ്റ്റർ, സെലിൻ. ഇവൾക്ക് പണ്ടത്തെ കൂട്ടുകാരാണ്. അത് ഏത് പണ്ടത്തെ കൂട്ടുകാരികളാണോ? പണ്ടത്തെ കൂട്ടുകാരികള് ഇസ, എവ്ലിൻ മാത്രമാണ് പണ്ടത്തെ കൂട്ടുകാരികൾ. ഇവളുടെ കൂട്ടുകാരികളൊന്നും അറിയില്ല. എൻ്റെ കൂട്ടുകാരികൾക്ക് വല്ലോണം അറിയാം. ഞാൻ അത് ചോദിക്കുന്നില്ല കേസ്. അത് ചോദിക്കുന്ന വെച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടാവുക. അത് ഞാൻ ചോദിക്കുന്നില്ല കേസ്. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്പെല്ലിംഗ് ഇല്ലേ, ഇഷാനി എന്നുള്ള സ്പെല്ലിങ്, അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? സ്റ്റാർട്ട്. 5. 5 ആണല്ലേ? ഉറപ്പാ? തെറ്റാ. E S H A N I 6 എണ്ണം ഉണ്ട് ഗൈസ്. 6 എണ്ണം. 5 എണ്ണം പറഞ്ഞു. സോ നമുക്കിനി ഇവൾക്ക് ഒരു അല്ല, എനിക്ക് പോയിട്ടില്ല കുട്ടിയെ. ഓക്കെ, അല്ല 2 പേർക്കും ഒരു പോയിന്റ് ഇല്ല കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ 2 പേർക്കും പോയിന്റ് ഇല്ല ഗൈസ്. വിട്ടായിരുന്നു ഗൈസ്. നമ്മളിങ്ങനെ പോയിന്റ് ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ 2 പേരുടെ മുഖത്തും ഭൂതങ്ങളായി പോകും ഗൈസ്. ഇങ്ങനെയാണ് ഭൂതത്തിന്റെ പോയിന്റ് ഗൈസ്. ഭൂതത്തിന്റെ പോയിന്റ്. ഓക്കെ, സോ ഗൈസ് നമുക്കിനി നേരെ അടുത്ത റൗണ്ടിലോട്ട് പോവാം. അപ്പം ഞാനാണ് ഫസ്റ്റ് റൗണ്ടിലേക്ക്, അല്ല ഇവളാണ് ഗൈസ്. മറ്റേ സിൽവർ കളർ ചെറിയൊരു ഹീലായിട്ടുള്ള സെറ്റ്. ഇനിയിപ്പോഴത്തെ എൻ്റെ ചോദ്യമാണ്. സോ എനിക്കൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ. നമുക്ക് ഇത്രയും വേഗം കിട്ടുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കുട്ടേ. ഓക്കെ, അപ്പൊ ഈ റൗണ്ടിൽ 2 പേർക്കും ഒന്നാണ് കേട്ടോ. നമുക്ക് 4 റൗണ്ടുകളും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നമുക്ക് 5 റൗണ്ടുകളാണുള്ളത്. അപ്പൊ 1 കഴിഞ്ഞു, ഇത് 2ാമത്താണ് ഇത്. ഇനി 3, 4, 5 അങ്ങനെ ഇനി 3 റൗണ്ട്സ് ആണ്. ഇനി 3 റൗണ്ട്സും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിന്നറിനെ അറിയും. അപ്പോൾ ഈ വിന്നറല്ലാത്ത ആൾക്ക് ഒരു പണിഷ്മെൻ്റ് ഉണ്ട് ഗൈസ്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എന്ത് കൊണ്ടുവന്നാലും അതിനുള്ള പണിഷ്മെൻറ്റ് നമുക്ക് കൊടുക്കുന്നു. കാരണം പണിഷ്മെൻ്റ് ഉള്ളത് ചാലഞ്ചസ് ആയിരിക്കും ഇനി നമ്മൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതാണ് ഗൈസ് ഇത്. ഷോ കഴിഞ്ഞ വീഡിയോയിലേക്ക് കമൻസ് ഒന്നും അധികം വന്നിട്ടില്ല, ഇതൊക്കെ ചാലഞ്ച് ഇടണം എന്നുള്ള കമൻസ് ഒന്നും വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളേതായിട്ടുള്ള ഒരു ഇതിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി, കാരണം നിങ്ങൾ കമൻസും ഒന്നും ഇട്ടിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഫസ്റ്റായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ശരി, ഓക്കെ, ഇതൊക്കെ നിർത്താൻ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ? ഓക്കെ, പറഞ്ഞോളൂ ദൈവം. നമ്മുടെ വീട്ടിന്റെ അടുത്ത് പൊട്ടമണ്ണുള്ള ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ കളർ ഏതാ? പർപ്പിൾ കളറും അതിന്റെ ഇല പച്ച കളറും. കറക്റ്റ്. ഇവള് പറഞ്ഞത് ചെടിയുടെ പേര് ചേമ്പാണ് ഗൈസ്. ചേമ്പല്ലേ, ചേമ്പാണ് തോന്നുന്നു. മറ്റേ പൂവില്ലേ, പൊട്ടമണ്ണുള്ള പൂവ്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇവൾക്ക് പോയിന്റ് ഉണ്ടോ? ഇവൾക്ക് എനിക്കും ഒരു പോയിന്റ് ആണ് ഗൈസ്. അപ്പോൾ ഈ കളിയിൽ ഞങ്ങൾ ടൈ ആണ് ഗൈസ്. മൊത്തത്തിൽ എനിക്ക് 2 പോയിന്റായി, ഇവൾക്ക് 2 പോയിന്റായി. കഴിഞ്ഞ കളിയിൽ അല്ല ഞാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ. കഴിഞ്ഞ കളി ഞങ്ങൾക്ക് 2 പേർക്കും പൂജയായിരുന്നു. ഇക്കളിയിൽ എനിക്ക് കഴിഞ്ഞ കളിയിൽ നമുക്ക് 2 പേർക്ക് ഒന്നായിരുന്നു. അതിന് മുമ്പത്തെ കളിയിലായിരുന്നു പൂജയായിരുന്നു. ഫുൾ കൺഫ്യൂഷൻ ആണ് ഗൈസ്. ഞങ്ങൾ കൺഫ്യൂഷൻ മാറ്റിയിട്ട് പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ കൺഫ്യൂഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് മനസ്സിലായത് ഞങ്ങൾക്കിപ്പോൾ 3 റൗണ്ടുകളാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഫസ്റ്റത്തെ റൗണ്ടിൽ ഞങ്ങൾ 2 പേർക്കും പൂജയാണ് കിട്ടിയത്. സെക്കൻഡ് റൗണ്ടിൽ ഞങ്ങൾക്ക് 2 പേർക്കും 1 കിട്ടിയത്. ഈ കളിയിൽ ഞാൻ ഇവളോട് ചോദിച്ചിട്ടില്ല, ഇല്ലല്ലോ, ഇവൾ എന്നോടാണ് ചോദിച്ചത്. അതെനിക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് 2 പോയിന്റ് ഉണ്ട്. അപ്പം എനിക്ക് 2 പോയിന്റ് ആയില്ലേ? അപ്പം എനിക്ക് 2 പോയിന്റ്, ഇവൾക്ക് 0 അല്ല 1 പോയിന്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞ ഇവൾക്ക് 2 പോയിന്റ് ആവും. ഓക്കെ, അയ്യോ ഞാൻ പറയാം. ഞാൻ ഈ അടുത്ത് മേടിച്ച ചെരുപ്പ് പച്ച കളറായിട്ട് മറ്റേ ഹീലുള്ള ചെരുപ്പ് അല്ല. എന്താണെന്നറിയോ, ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മഴയായിരുന്നു. അപ്പം മഴ ആയതുകൊണ്ട് ഷൂ ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പാണ് മേടിച്ചത്. ഞാൻ ബ്ലാക്ക് കളർ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പുറത്ത് കിടക്കുന്നുണ്ട് അവിടെ, എന്നിട്ട് പോലും അവൾക്ക് ഓർമ്മയില്ല. അപ്പം അതുകൊണ്ട് അവൾക്ക് 0 പോയിന്റാണ് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ എനിക്കാണ് ഈ റൗണ്ടിൽ ഞാനാണ് ഗൈസ് മുന്നിൽ. ഇവിടെ താഴെയാണ്, ഞാനാണ് മുന്നിലോട്ട് കയറി പോകുന്നത് ഗൈസ്. സോ അപ്പോൾ എനിക്ക് 2 പോയിന്റും ഇവൾക്ക് 1 പോയിന്റാണ് ഗൈസ്. ഇതിന് അടുത്ത റൗണ്ടിൽ പോവാം. അടുത്ത റൗണ്ടിൽ ഇവളല്ലേ? എനിക്ക് ഇഷ്ടമുള്ള 2 ഫ്രൂട്ട് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാ? സ്ട്രോബെറി. സ്ട്രോബെറി ബനാനാണ് ഗൈസ് ഏറ്റവും ഇഷ്ടം. അതിൽ സ്ട്രോബെറിയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? എനിക്ക് അറിയാവുന്നതാണ് ഗൈസ് ഇവളെ പറ്റി, പക്ഷെ ഇവൾക്ക് എന്നെ ഒന്നും അറിയത്തില്ല. സോ ഗൈസ്, എൻ്റെ ചോദ്യമാണ്. സോ എനിക്ക് 3 പോയിന്റ് ആയിട്ടോ ഗൈസ്. നമുക്ക് 2 റൗണ്ടും കൂടി ഉണ്ട്. ലോകത്തിലായി കുറേ നേരമായി ലോകം കൊടുത്തു പറഞ്ഞിട്ട്. ഓക്കെ, എൻ്റെ ബോക്സിൽ കട്ടറും റബ്ബറും ഒന്നാണ്. മനസ്സിലായില്ലേ? എൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ കളർ ഏതാ? അല്ല, പിങ്ക്. എല്ലാവർക്കും മറ്റേ എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റഡ് ആണ്. അതായത് അടിയിൽ കട്ടറും മുകളിലും റബ്ബറായിട്ട് ജോയിൻറ്റഡ് ആണത്. അപ്പൊ ഇന്ന് തുറന്ന റബ്ബർ, അടിയിൽ തുറന്ന കട്ടർ. അതിന്റെ കളറാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ കളർ ബ്ലാക്ക് ആണ് ഗൈസ്. എനിക്കതുകൊണ്ട് അതിന്റെ കളർ സോ ഇവൾക്ക് 1 തന്നെയാണ് ഗൈസ്. എല്ലാത്തിനും 1 തന്നെയാണ്. എനിക്ക് 3 പോയിന്റ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത റൗണ്ട് പോവാം. സോ 2 റൗണ്ട് കൂടി ആണോ ഗൈസ്? 2 റൗണ്ട് പറഞ്ഞു. ഞാൻ 2ാം ക്ലാസ്സിലായില്ലേ ഇപ്പൊ. ആ 2ാം ക്ലാസ്സിന്റെ ആദ്യം കിട്ടിയ കൂട്ടുകാരത്തേതാ? എബിലി. അല്ല,
ഇസ, അല്ല, അദ്വിക്, അവരൊക്കെ ഞാൻ പറയട്ടെ ആരെ കിട്ടിയെന്ന്. അമേലിയ, മേരി, ലിജോ. ഇതാരാ? രണ്ട് കുട്ടി കിട്ടി. ഇപ്പൊ ആദ്യമായിട്ട് കിട്ടിയ കുട്ടിയായിട്ട് എനിക്ക്. രണ്ടല്ലോ? ആ. രണ്ടിലാണോ? നീ ഒന്നില്ലല്ലേ പറഞ്ഞേ? ഞാൻ രണ്ടിലാണ് പറഞ്ഞേ. ഞാൻ രണ്ടെന്നാണ് കേസ് കേട്ടത്. അപ്പൊ ഞാൻ വെച്ചു അല്ല, ഞാൻ ഒന്നാ കേട്ടെ. അപ്പൊ ഞാൻ വെച്ചു ഒന്നിലത്തെയാണ്. ഒന്നിലത്തെ ആദ്യം എവിലിയല്ലേ? സെയിം. ആ, സെലീന ഉണ്ടായിരുന്നു ഗൈസ്. സോ ഇതിന്റെ അടുത്ത് ഞാനാണ് ഗൈസ്. അടുത്ത റൗണ്ടും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാലഞ്ച് ഇവിടെ കഴിയുന്നതായിരിക്കും guys. അതെ ഗൈസ്. സോ നമുക്ക് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ശരി, ഞാൻ എൻ്റെ ബോക്സ് വിട്ടൊരു കളിയില്ല. ഈസി ക്വസ്റ്റ്യൻസ് കൊടുക്കാം അവൾക്ക്. എൻ്റെ ബോക്സിന്റെ കളർ ഏതാ? ബോക്സിന്റെ ഗൈസ് എനിക്ക് പൗച്ചുള്ളത്. പൗച്ചിന്റെ കളർ ഗോൾഡൻ. ഭാഗ്യത്തിലുള്ള പറഞ്ഞു. ടൈമർ അടിക്കാനാകുമ്പോൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പോയിന്റ് കൊടുക്കാണ്. 2-3 ഗൈസ്. 2-3 നിൽക്കുകയാണ്. അപ്പൊ ഇനി ഒരു ചാനൽ കൂടി കഴിച്ച് ഞങ്ങൾ ടൈ ആവും ഗൈസ്. അപ്പൊ ഒരു ചാനൽ കൂടി നമ്മൾ മുന്നേറണം. എനിക്കറിയുന്ന ജ്യൂസ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഏതാ? റോസ്. കറക്റ്റ്. ഇങ്ങനെ ഓക്കെ. അപ്പം എനിക്ക് 4 പോയിന്റ് ആയി ഗേസ്. 4 പോയിന്റ്. സോ ഇത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവളോട്. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഞാൻ തന്നെയാണ് ഗേസ് വിന്നർ. കാരണം എനിക്ക് 4 പോയിന്റ് ഉണ്ട്, ഇവിടെ 2 ഓക്കെ അല്ലേ ഗേസ്? അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം ഗേസ്. എനിക്ക് ഇഷ്ടമുള്ള ഫ്ലവറിൻ്റെ പേര്. സൺഫ്ലവർ. ചെമ്പകം. എനിക്കിഷ്ടം മുല്ലപ്പൂവാണ് ഗേസ്. മുല്ലപ്പൂവാണ് ഗേസ്. എല്ലാവരെയും കണ്ടും ഡിഫറെൻ്റ് ആണ് ഞാൻ. ഓക്കെ, സോ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത് ചെറിയ വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ എനേബിൾ ചെയ്യാം. എന്താണ് ഇവിടെ തോറ്റേണ്ടിൽ ലൂസറാണ് ഗൈസ്. എന്റെ പിന്നിലത്തെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ട് ഗൈസ്. ഞാൻ തന്നെ അറിയാണ്ടാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നത്. സോ നമുക്ക് എന്തായാലും തലയിൽ കിരീടമുണ്ട്. ആ ഗൈസ്, എനിക്ക് തലയിൽ കിരീടം വന്നു ഗൈസ്. കാരണം ഞാൻ വിന്നറായതുകൊണ്ട് എനിക്ക് കിരീടം വന്നു. ഇവിടെ ലൂസറായതുകൊണ്ട് ഇവളുടെ തലയിൽ ഇതേ കണ്ടില്ലേ ലൂസറിന്റെ ഒരു ചിഹ്നം ഉണ്ടാവും ഗൈസ്. സോ ഗൈസ് മതി വല്ലാണ്ടാവണ്ട. സോ ഗൈസ് ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യുക. സോ ബെല്ലൈക്കൺ കാണാൻ.